എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് റംസാൻ മാസം എല്ലാം ആയി. അപ്പോൾ സ്ത്രീകൾ നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. നോമ്പുതുറ തിരക്കിനിടെ സ്ത്രീകളും അവരുടെ ആഹാരകാര്യത്തിലും മരുന്ന് കഴിക്കുന്നതിലും അസുഖങ്ങളെ അകറ്റി നിർത്തുന്നതിലും മുൻകരുതലെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ റമസാൻ മാസത്തിന് തുടക്കമായി. നോമ്പ് ആചരിക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി ഒരു മാസം റമസാനിൻ്റെ തിരക്കാണ്. അത്താഴത്തിന് ഭക്ഷണമൊരുക്കാനും നോമ്പുതുറയ്ക്ക് വിഭവസമൃദ്ധമായ തീന്മേശ ഒരുക്കാനും അതീവ ഉന്മേഷത്തോടെ ഓരോ വീട്ടിലെ സ്ത്രീകളും ദിവസവും സജ്ജരാണ്. ഇതിനിടയ്ക്ക് അവരുടെ ആഹാരവും മരുന്നും എങ്ങനെയൊക്കെ ആവണം എന്നും അസുഖങ്ങളെ എങ്ങനെ അകറ്റി നിർത്താമെന്നും നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് മരുന്ന്, ഇഞ്ചക്ഷൻ എന്നിവ എടുക്കുന്നവർ അവരുടെ ഡോക്ടറെ കണ്ട് നോമ്പുകാലത്തെ ആഹാര രീതിക്കനുസരിച്ച് മരുന്ന് എഴുതി വാങ്ങിക്കുക. സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് ഡോസ് കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യരുത്. പിന്നെ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പ്രമേഹം, ഡയാലിസിസ് ചെയ്യുന്ന വൃക്കരോഗികൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ എന്നിവർ വ്രതം അനുഷ്ഠിക്കാതെ ഇരിക്കുന്നതാണ് ഉത്തമം. ആഹാര രീതിയിലും വേണം ശ്രദ്ധ. അത്താഴത്തിന് നാരിൻ്റെ അംശം കൂടുതലുള്ള ഭക്ഷണം ഉൾപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് ഗോതമ്പ്, റാഗി, മട്ടരി എന്നിവ ഉത്തമമാണ്. ധാരാളം പച്ചക്കറി അടങ്ങിയ സാലഡുകളും കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ മുട്ടയുടെ വെള്ള, പയർവർഗ്ഗങ്ങൾ, കോഴിയിറച്ചി എന്നിവയ്ക്കൊക്കെ പ്രോട്ടീൻ കൂടുതൽ ലഭിക്കാൻ നല്ലതാണ്. നോമ്പുതുറ സമയത്ത് അരവയർ കഴിക്കുക. എണ്ണപ്പലഹാരങ്ങൾ അധികം വേണ്ട. പറ്റുമെങ്കിലും പരമാവധി ഒഴിവാക്കുക എണ്ണപ്പലഹാരങ്ങൾ. ഫ്രൂട്ട് ജ്യൂസിന് പകരം പഴങ്ങൾ കഷ്ണങ്ങളാക്കി കഴിക്കുന്നത് ഉത്തമമാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുള്ളവർ ഭക്ഷണ മെനുവിൽ നിന്നും മൈദ, ബീഫ് എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം. രാവിലെയും വൈകിട്ടുമായി 3 ലിറ്റർ വെള്ളം കുടിക്കുക. സോഡ, കാപ്പി, ചായ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ആഹാരത്തിലും മരുന്നിലുമൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി കൃത്യമായ ആരോഗ്യ പരിപാലനവും സന്തോഷപൂർണവുമായ ഒരു റംസാൻ കാലവും നമുക്ക് മെനഞ്ഞെടുക്കാം. എല്ലാവർക്കും അപ്പോൾ റംസാൻ ദിനാശംസകൾ.